മണ്ഡല പുനർനിർണയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധവുമായി സംസ്ഥാനങ്ങൾ. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ അധ്യക്ഷതയിൽ സംയുക്ത കർമ്മസമിതി യോഗം ചെന്നൈയിൽ തുടരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെഡറലിസം കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര നീക്കം ഒരുമിച്ച് ചെറുക്കുമെന്ന് എം കെ സ്റ്റാലിനും ഡി കെ ശിവകുമാറും വ്യക്തമാക്കി. രാഷ്ട്രപതിയെ കാണാനാണ് സംയുക്ത കർമ്മസമിതിയുടെ തീരുമാനം. Not a mere administrative arrangement, but a fundamental feature of the Constitution. Delimitation that ignores this principle risks reviving colonial centralization, while diverse voices were subsumed under majoritarian agendas. The end result was that the Indian people united against our colonizers and drove them out of the country. India's federal structure is a cornerstone of our democracy, designed to accommodate the country's vast mosaic of cultures. இது வெறும் எண்ணிக்கையை பற்றியது மட்டுமல்ல, இது நமது அதிகாரம், நமது உரிமைகள் மற்றும் நமது எதிர்காலத்தின் நலன்களை பற்றியது. பிரதிநிதித்துவம் குறைந்து வருவதால் நமது மாநிலங்கள் நமக்கு தேவையான நிதியை பெறுவதற்கு கூட போராட வேண்டி வரும். நமது விருப்பமில்லாமல் நமக்கான சட்டங்கள் வடிவமைக்கப்படும். நமது மக்களை பாதிக்கும் முடிவுகள் நம்மை அறியாதவர்களால் எடுக்கப்படும். பெண்கள் அதிகாரம் அடைவதில் பின்னடைவுகளை சந்திப்பார்கள். மாணவர்கள் முக்கிய வாய்ப்புகளை இழப்பார்கள். உழவர்கள் ஆதரவின்றி பின்தங்குவார்கள். நமது பண்பாடு, அடையாளம் மற்றும் முன்னேற்றம் ஆபத்தை சந்திக்கும். காலங்காலமாக நாம் போற்றி பாதுகாத்து வரும் சமூக நீதி பாதிக்கப்படும். குறிப்பாக பட்டியலின பழங்குடி மக்கள் அதிகம் பாதிக்கப்படுவார்கள். தொகுதியில் எண்ணிக்கை குறைத்து அதை அனுமதித்தாலோ அல்லது நமது மாநில பிரதிநிதித்துவத்தை குறைக்க அனுமதித்தாலோ நம் சொந்த நாட்டில் நாமே அரசியல் அதிகாரம் இழந்த குடிமக்களாக மாறும் அபாயம் ஏற்படும். തമിഴ്നാട്ടിൽ BJP കരിദിനം ആചരിക്കുകയാണ്. AP നദീറ വിവരങ്ങളുമായി. നദീറ, ഇപ്പോൾ കേരളവും കർണാടകയും ഒപ്പം തന്നെ തമിഴ്നാടും ഒരുമിച്ച് പൊരുതാനുറയ്ക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു കർമ്മസമിതി രൂപീകരിക്കും, അതിന്മേലുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതേസമയം അവിടെ BJP കരിദിനം ആചരിക്കുകയും ചെയ്യുകയാണ്. എങ്ങനെയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ള കാഴ്ചകൾ? സ്മൃതി, ഈ മണ്ഡല പുനർനിർണയം ന്യായമായി നടത്തണമെന്ന ആവശ്യമാണ് ഈ കർമ്മസമിതി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മണ്ഡല പുനർനിർണയത്തെ എതിർക്കുകയല്ല, പകരം അത് ന്യായമായി നടപ്പിലാക്കണം. സംസ്ഥാനങ്ങളുടെ അധികാരം കവർന്ന് ഫെഡറലിസത്തെ തകർത്തുകൊണ്ടുള്ള ഒരു സമീപനവും സ്വീകാര്യമല്ല എന്നാണ് ഈ കർമ്മസമിതി യോഗം വിലയിരുത്തിയിരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ കേന്ദ്രത്തിന് ആവില്ലെന്ന് കർമ്മസമിതി യോഗത്തിൽ എല്ലാവരും നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ അറിയിക്കാനാണ് കർമ്മസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം യോഗം അവസാനിക്കും. അതിനുശേഷം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഇവിടെ മാധ്യമങ്ങളെ കാണുന്നതായിരിക്കും. പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സംസ്ഥാനങ്ങളുടെ ആശങ്ക കൃത്യമായി കേന്ദ്രം നേരിട്ട് സംസാരിച്ച് സമന്വയത്തിലൂടെ, അഭിപ്രായ സമന്വയത്തിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കണമെന്നാണ്. അല്ലാതെ നേരിട്ട് ഇവർ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയാലാവില്ല. ജനസംഖ്യ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പിലാക്കുന്നതെങ്കിൽ ജനസംഖ്യാ നയം, കേന്ദ്രത്തിൻ്റെ ജനസംഖ്യാ നയം നേരത്തെ കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എന്ന നിലയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയത്തിലൂടെ ഉണ്ടത്. ആ അവസ്ഥയ്ക്ക് നിന്നുകൊടുക്കില്ല. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കേന്ദ്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ മണിപ്പൂരിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് എം കെ സ്റ്റാലിൻ കാര്യങ്ങൾ വിശദീകരിച്ചത്. മറ്റു സംസ്ഥാനങ്ങൾ, നമ്മുടെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലൊക്കെ കേന്ദ്രം നേരിട്ട് ഇടപെടുന്ന സാഹചര്യം ഇങ്ങനെ ഉണ്ടായി വരുന്നതിനുള്ള കാര്യങ്ങളാണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എം കെ സ്റ്റാലിൻ വിവരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ഇടപെടണം, രാഷ്ട്രപതിയുടെ ഇടപെടൽ വേണം. ഈ യോഗത്തിൽ നിന്ന് MP-മാർ ഉള്ള അവരുടെ ഒരു സംഘം രാഷ്ട്രപതിയെ കാണുകയും ആശങ്ക അറിയിക്കുകയും ഇത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. യോഗം അവസാനിക്കാറായിരിക്കുന്നു. അതിനുശേഷം എം കെ സ്റ്റാലിൻ മാധ്യമങ്ങളെ കണ്ട് മറ്റ് കാര്യപരിപാടികൾ, എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുത്തത്, എങ്ങനെയാണ് സമരപരിപാടികൾ എന്നത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നതാണ്. സംസ്ഥാനത്തെ BJP ആകട്ടെ ഇന്ന് ഇത് കരിദിനമായി ആചരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ അവർ കരിങ്കൊടി പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട്. വീടുകളിൽ കരിങ്കൊടി ഉയർത്തിയിട്ടുണ്ട്. റോഡുകളിൽ കറുത്ത വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അധ്യക്ഷൻ കെ അണ്ണാമല ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. അവർ പറയുന്നത് എന്തെന്നാൽ സ്റ്റാലിൻ ഈ യോഗം വിളിക്കുന്നത് ഒരു ഇരട്ടത്താപ്പാണ്. സംസ്ഥാനങ്ങൾക്കിടയിൽ വിവിധ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ഈ സംസ്ഥാനങ്ങളെയൊക്കെ വിളിച്ച് ചെന്നൈയിൽ ആതിഥ്യം അരുളുന്നത് ശരിയല്ല. സ്റ്റാലിൻ ഗവൺമെൻറ് നടത്തിയ ഒരു വലിയ അഴിമതി, അതായത് 1000 കോടി രൂപയുടെ
ലിക്കർ അഴിമതി അത് മൂടി വെക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്ത് ശ്രദ്ധ മാറ്റുന്നത് എന്നാണ് അവരുടെ അധിക്ഷേപം. എന്തായാലും ഈ യോഗം അവസാനിക്കാനിരിക്കുകയാണ്. അല്പസമയത്തിനകം യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ മാധ്യമങ്ങളെ കാണും. ശരി, എ പി നദീറയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.